ഒപ്പം ഇപ്പോൾ വി എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത് നേരത്തെ വെള്ളാർമലയിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വളരെ ഭീതിതമായ കാഴ്ചയായിരുന്നു. ആ സമയത്താണ് വീണ്ടും മൂന്നാമതും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഉച്ചയോടുകൂടി ആ സമയത്ത് വെള്ളം പൊങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. വി എസ് രഞ്ജിത്ത് അടക്കമുള്ളവർ രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിന്ന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. വി എസ് രഞ്ജിത്ത്, വെള്ളാർമലയിൽ ഇന്ന് രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടക്കുമോ? അതേപോലെ ചൂരൽമലയിലും നമ്മൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇനി ഏതെങ്കിലും തരത്തിൽ മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം രാത്രിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ? കനത്ത മൂടൽമഞ്ഞും ഇടവിട്ട് പെയ്യുന്ന മഴയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് രണ്ടും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ തടസ്സം തന്നെയാണ്. പ്രതികൂല കാലാവസ്ഥയാണെന്ന് നേരത്തെ മന്ത്രിമാരൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ എവിടെയൊക്കെയാണോ ആ മനുഷ്യവാസം കണ്ടെത്തിയിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ചെയ്ത സ്പോട്ടുകളുണ്ട്. ചില 100 പേരും 200 പേരുമൊക്കെ നിൽക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ മദ്രസ, അതുപോലെ തന്നെ ആ റിസോർട്ട്, അതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം, വെളിച്ചം, അവിടേക്ക് NDRFൻ്റെ സംഘം അവിടേക്ക് എത്തിക്കുക. ഇത് മൂന്നുമാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പരമാവധി ആളുകൾ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പാലം വഴിയും റോപ്പ് വഴിയും പരമാവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രി ഏറ്റവും പ്രാധാന്യമായി ചെയ്യുന്നത്. രാത്രിയും രക്ഷാപ്രവർത്തനം നടത്തും. അതിനുവേണ്ടി വലിയ ലൈറ്റുകളും വെളിച്ച സംവിധാനങ്ങളും ഒക്കെ, പ്രത്യേക ലൈറ്റ് സംവിധാനം 12 എണ്ണം എത്തിക്കുമെന്നാണ് നേരത്തെ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെളിച്ച സംവിധാനം ഉള്ളതോടുകൂടി തന്നെ, മിലിറ്ററി ഇറങ്ങിയതോടുകൂടി ഇന്ന് രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാനാണ് നീക്കം. പക്ഷേ ഈ ക്യാമ്പുകളിലൊക്കെ പെട്ടുകിടക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനം അവിടേക്ക് വെളിച്ചം എത്തിക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. അവിടേക്ക് വെളിച്ചം എത്തിക്കണം, മരുന്നെത്തിക്കണം, ഭക്ഷണം എത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെൻറ് LP സ്കൂളിലാണ്. ഈ LP സ്കൂളിലേക്ക് കൂടി ഇപ്പോൾ ക്യാമ്പ് വ്യാപിപ്പിച്ചിരിക്കുന്നു. നേരത്തെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ LP സ്കൂൾ ഇപ്പോൾ എത്ര പേര് ഇവിടേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? 12 പേര്. ഇപ്പോൾ ഈ LP സ്കൂളിലേക്ക് കൂടി 12 കുടുംബങ്ങൾ, 12 പേര് ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു. ഇതിന് തൊട്ട് മുകളിലാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണമായും ക്യാമ്പായി പ്രവർത്തനം തുടങ്ങി. അവിടെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ LP സ്കൂളിൻ്റെ ക്ലാസ് മുറികളായിരിക്കും. ഇവിടേക്കും ആളുകളെ എത്തിക്കുന്നു. ഇവിടെ ഭക്ഷണമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഇവിടെ ഭക്ഷണം റെഡിയാണ്. ഇവിടെ നിന്നുള്ള ഭക്ഷണം ഇപ്പോൾ നമുക്ക് വേറെ ആയിട്ട് എത്തിക്കുന്നുണ്ട് ആളുകൾ. ഇവിടെ വരുന്ന ഭക്ഷണം നമ്മൾ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിലേക്ക് ഇവിടെ വേണ്ട ഭക്ഷണം ഇപ്പോൾ ഇവിടെ എത്ര ക്ലാസ് റൂമുകൾ ഇവിടെ ഇപ്പോൾ 4, 2, 6, 2, 8 ക്ലാസ് റൂം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികൾ ഫില്ലായ സാഹചര്യത്തിൽ ഇപ്പോൾ LP സ്കൂളിലേക്ക് കൂടി ഇനി രക്ഷിച്ചെടുത്ത് കൊണ്ടുവരുന്ന ആളുകളെ കൊണ്ടുവരും. ഇവിടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും റെഡിയാണ്. ക്ലാസ് മുറികൾ സജ്ജമാണ്. പക്ഷേ ഇനി ഉള്ള സമയങ്ങളിൽ എത്ര വേഗത്തിൽ ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നല്ല മഴയുണ്ട്, ഇരുട്ടാണ്. ആ ഇരുട്ടിലൂടെ വേണം NDRF സംഘത്തിന് ആ പാലത്തിലൂടെ കടന്നു വരാൻ. ചെറിയ ലൈറ്റിൻ്റെ സംവിധാനമൊക്കെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി